നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിലെത്തി പോലീസ് തെളിവെടുത്തു. മുത്തശ്ശി സൽമ ബീവി കൊല്ലപ്പെട്ട പാങ്ങോടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ അഫാനെ എത്തിച്ചത്. കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെ എല്ലാം പ്രതി വിശദീകരിച്ചു. അഫാൻ പറഞ്ഞ 70 ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് എല്ലാവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് 30 പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു. അവരുടെ വീട്ടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു. അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണം. അതിന് ഒരു മാർഗവുമില്ല. ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങി. ഇതിനൊപ്പം ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതൽ പണവും വാങ്ങിയതെന്നും അഫാൻ മൊഴി നൽകി. 2 പേർ കൂടി അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇത് അമ്മയുടെ സഹോദരിയും മകളുമാണെന്ന് നേരത്തെ തന്നെ അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. 2.5 ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത്. പെൺസുഹൃത്ത് ഫർസാനയിൽ നിന്ന് വാങ്ങിയ മാല ഫർസാനയും തിരികെ ചോദിച്ചിരുന്നു. പിതാവ് അറിയാതെയാണ് ഫർസാന അഫാന് മാല കൈമാറിയത്. പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ വിശദാംശങ്ങൾ പോലീസിന് അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്ന് ലഭിച്ചു. അങ്ങനെയാണ് കടത്തിന് സ്ഥിരീകരണം ഉണ്ടായത്. ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് വിവരം. എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയത്. എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതെല്ലാം ദുരൂഹമായി മാറുന്നുണ്ട്. അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. അതിവേഗ കുറ്റപത്രമാണ് പദ്ധതി. മുത്തശ്ശി സൽമ ബീബി കൊല്ലപ്പെട്ട പാങ്ങോടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ അഫാൻ എത്തിയത്. കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയാണ് കുറ്റകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫാൻ പെരുമാറിയത്. മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ കുലുക്കി ചുവരിലടിച്ച രീതി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കൊടും ക്രൂരത അരങ്ങേറിയ സ്വന്തം വീട്ടിലും അശോഭ്യനായാണ് അഫാൻ പോലീസിനൊപ്പം കയറിയത്. സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് എടുത്ത കേസിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. വെള്ളിയാഴ്ച 4 മണിയോടെയാണ് പാങ്ങോടുള്ള വീട്ടിലെത്തിച്ചത്. സൽമ ബീവി തലക്കടിയേറ്റ് വീണ് കിടക്കുന്ന സ്ഥലം പ്രതിയെ കാണിച്ചു. തുടർന്ന് വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. ഇതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും തലക്കടിച്ച് കൊല്ലുകയും മാതാവ് ഷെമിയെ ആക്രമിക്കുകയും ചെയ്ത വെഞ്ഞാറമൂട്ടിലെ പേരുമലയിലെ വീട്ടിലെത്തിയത്. കൂട്ടക്കൊല നടന്ന ഫെബ്രുവരി 24-ന് ശേഷം ആദ്യമായാണ് അഫാനെ ഈ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. അനുജൻ അടിയേറ്റ് മരിച്ചു കിടന്ന വരാന്തയിലും താഴത്തെ നിലയിലെ എല്ലാ മുറികളിലും പോലീസ് അഫാനുമായി കയറി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഫർസാനെ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ മുകൾ നിരയിൽ എത്തിച്ചപ്പോഴും ഭാവമാറ്റമൊന്നും അഫാൻ ഉണ്ടായില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.